ഈ വീഡിയോ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്നിട്ട് ഈ മഴയൊക്കെ പെയ്തിരിക്കുന്ന സമയമാണ്. ഈ വണ്ടികളൊക്കെ കണ്ടോ ഇങ്ങനെ പോകുന്നുണ്ടോ. ഇത് രണ്ട് സബ് റൂട്ടാണ് രണ്ടെണ്ണം. ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അതുപോലെ തന്നെ ഈ മഴ പെയ്തേക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഈ വേനൽക്കാലത്ത് വണ്ടി ഓടിക്കുന്നത് പോലെ ആയിരിക്കത്തില്ല ഈ മഴക്കാലത്ത് വണ്ടി ഓടിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്നൊരു ബൈ ചാൻസിലൊന്ന് ബ്രേക്ക് ചവിട്ടേണ്ടി വന്നാൽ നമ്മൾ ഈ ചവിട്ടുന്ന സമയത്ത് അത് പ്രതീക്ഷിച്ചത് പോലെ കിട്ടണമെന്നില്ല ബ്രേക്ക്. നമ്മൾ വണ്ടിക്ക് ബ്രേക്ക് ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ സ്പീഡിന് പോകാൻ നിൽക്കരുത് ഈ ഒരു കാലാവസ്ഥയിൽ. കാരണം വണ്ടി ചവിട്ടിയാൽ കിട്ടത്തില്ല. അപ്പോൾ നമ്മൾ ഫിസിക്സ് പരമായിട്ട് പറയാമെങ്കിൽ നമ്മൾ ഈ ചലിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്ക് അല്ലെങ്കിൽ വണ്ടികൾക്ക് അല്ലെങ്കിൽ നമ്മൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഏതൊരു വസ്തുവിനും മൊമെൻറ്റം എന്ന് പറയുന്നൊരു ഫാക്ടറുണ്ട്. മൊമെൻറ്റം നമ്മൾ ഫിസിക്സ് പഠിക്കുന്നവർക്ക് അറിയാൻ പറ്റും. മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിന് കിട്ടുന്ന ഒരു പ്രത്യേകതയാണ്. മൊമെൻറ്റം കാണാനുള്ളൊരു സമവാക്യം എന്ന് പറയുന്നത് m/v ആണ്. m എന്ന് പറഞ്ഞാൽ ആ വസ്തുവിൻ്റെ മാസ് അഥവാ ഭാരവും, പിന്നെ v എന്ന് പറഞ്ഞാൽ അതിൻ്റെ വെലോസിറ്റി വേഗതയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ബസ് പോവുകയാണെന്ന് കരുതിക്കോ. ആ ബസ് ഇങ്ങനെ ഇപ്പോൾ പോകുന്ന സമയത്ത് ആ ബസ്സിൻ്റെ ഒരു ഭാരം എത്രയെന്ന് നിങ്ങളൊന്ന് ഊഹിക്കുക. ആളുകളെ കയറ്റിക്കൊണ്ട് പോകുന്നൊരു ബസ്സിൻ്റെ ഭാരം എത്രയെന്ന് നിങ്ങൾ ഊഹിക്കുക. അത് കഴിഞ്ഞ ശേഷം ആ ബസ് പോകുന്ന സ്പീഡ് ഇപ്പോൾ 60 or 70 ആണെന്ന് കരുതുക. അപ്പോഴാ ഭാരവും ആ വേഗതയും തമ്മിലൊന്ന് ഗുണിച്ച് നോക്കുമ്പോൾ കിട്ടുന്നതാണ് അതിൻ്റെ മൊമെൻറ്റം എന്ന് പറയുന്നത്. അപ്പോഴാ ഭാരവും അതുപോലെ തന്നെ വേഗതയും കൂടുന്നതനുസരിച്ച് മൊമെൻറ്റം കൂടിക്കൊണ്ടിരിക്കും. ഭാരവും വേഗതയും കൂടുന്നതനുസരിച്ച്, അല്ലെങ്കിൽ ഭാരം കൂടിയാലും മൊമെൻറ്റം കൂടും, അല്ലെങ്കിൽ വേഗത കൂടിയാലും മൊമെൻറ്റം കൂടും. ഓക്കെ ആണല്ലോ. അപ്പോൾ ഈ ഭാരവും വേഗതയും കൂടെ ഒരുമിച്ച് കൂടിയാലോ മൊമെൻറ്റം കൂടും. മൊമെൻറ്റം കൂടുമ്പോഴോ ആ ഇമ്പാക്റ്റ്, അതായത് കൂട്ടുമുട്ടലിൻ്റെ ആ ഒരു ഇമ്പാക്റ്റ് ബലം തീവ്രത വളരെ വലുതായിരിക്കും. ഇപ്പോൾ ഏകദേശം 60 km/h പോകുന്ന ഒരു വണ്ടി, സാധാരണ പോകുന്ന ഒരു വണ്ടി ഒരു ഭിത്തിയിൽ വന്ന് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ, നോർമൽ സ്പീഡിൽ വന്ന് ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 4ാമത്തെ നിലയിൽ നിന്ന് താഴോട്ട് വീഴുന്നൊരു ഇമ്പാക്റ്റ് ആയിരിക്കും 60 km/h വേഗതയിൽ പോകുന്ന ഒരു വണ്ടി ഭിത്തിയിൽ വന്ന് ഇടിച്ചാൽ ഉണ്ടാകുന്നത്. അപ്പോഴും നിങ്ങളൊന്ന് ഊഹിച്ച് നോക്കുക. സാധാരണ ഒരു നോർമൽ സ്പീഡാണത് 60 എന്ന് പറയുന്നത്. അപ്പോൾ അതിലും കൂടുതൽ വേഗതയിൽ ഓടിച്ചാൽ എങ്ങനെയായിരിക്കും അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്നുള്ളത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള ഈ കാലാവസ്ഥയിൽ കഴിവതും എന്ത് ചെയ്യുക, ബ്രേക്ക് ചവിട്ടിയൊക്കെ ഒന്ന് പോവുക. അതുപോലെ തന്നെ ഈ ഇരുട്ട് ഭാഗത്തൊക്കെ ചിലപ്പോൾ ഈ ആളുകളൊക്കെ നടന്നു പോകുന്നുണ്ടെങ്കിൽ, റോഡ് സൈഡൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു. ഒരാളിങ്ങനെ റോഡ് സൈഡിൽ ഇങ്ങനെ എന്നപ്പോൾ ഒരു പിക്കപ്പ് വണ്ടി വന്ന് കയറി ഇടിച്ചു. അതുപോലെ തന്നെ ഇക്കാര്യങ്ങളൊക്കെ രാത്രിയിലൊക്കെ വരുന്നവർക്കൊന്ന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ച് രാത്രിയിൽ യാത്ര ചെയ്യുന്നവരൊക്കെ ലൈൻ കമ്പികളൊക്കെ പൊട്ടി വീഴാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഓവർടേക്ക് ചെയ്യരുത് ഒരു കാരണവശാലും ഈ വണ്ടികൾ ഇങ്ങനെ വരുമ്പോൾ, പ്രത്യേകിച്ച് മഴ പെയ്യുന്ന സമയത്ത്. കാരണം ഓവർടേക്കിങ്ങും ഓവർ സ്പീഡ് ഇത് രണ്ടും നമ്മളൊരു കാൽക്കുലേഷൻ മാത്രമാണ്. കാൽക്കുലേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഓവർടേക്ക് ഒരു വണ്ടിയെ ചെയ്യുമ്പോൾ എതിരെ ഒരു വാഹനം ഒഴിച്ച് തന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, നമുക്ക് അപ്പുറത്ത് ചെല്ലാൻ പറ്റൂ. അതൊരു നമ്മുടെ ഒരു കാൽക്കുലേഷനാണ്. അദ്ദേഹം എതിരെ വരുന്ന ഒരു വാഹനം ഒഴിച്ച് തരുമെന്നുള്ളതൊരു കാൽക്കുലേഷനാണ്. അതുപോലെ തന്നെ ഓവർടേക്കിംഗ് എന്ന് പറയുന്നത് ഒരു കാൽക്കുലേഷനാണ്. അതുപോലെ തന്നെ ഓവർ സ്പീഡ്, ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു വണ്ടിയെ നമ്മൾ മറികടന്ന് അപ്പുറത്ത് പോകണമെന്ന് ചിന്തിക്കുക. അപ്പോഴ് സ്പീഡ് കൂട്ടുമ്പോൾ മറ്റേ വാഹനം ഒന്ന് ഒഴിച്ച് തന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ മറ്റവൻ സ്പീഡ് കുറച്ചില്ലെങ്കിൽ നമ്മൾ അതേ സ്പീഡിൽ പോകും. അപ്പോഴേ ഇതൊക്കെ ഒരു കാൽക്കുലേഷനിലാണ്. അപകടങ്ങൾ പെട്ടെന്ന് വരും. അപ്പോഴേ ഡ്രൈവിംഗ് എന്ന് പറയുന്ന ഒരു കലയാണ്. ഡ്രൈവിംഗ് എന്ന് പറയുന്നത് ആസ്വദിക്കേണ്ടത് ഒരു കാര്യമാണ്. അത് നമ്മളെപ്പോഴും ആസ്വദിച്ച് തന്നെ പോവുക. അതുപോലെ തന്നെ കഴിവതും അപകടങ്ങൾ വരാതെ നോക്കുക. ചവിട്ടിയൊക്കെ ഒന്ന് വണ്ടി സ്പീഡൊക്കെ കുറച്ച്, ഇപ്പോൾ എന്താ കണ്ടോ ഇൻഡിക്കേറ്ററൊക്കെ ഇട്ടേക്കുന്നത്, ഇത് റോങ് ആണ്. ഒന്ന് മാറ്റി നിർത്തുക. എന്നിട്ട് വണ്ടികൾ വരുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയ ശേഷം മാത്രം എന്ത് ചെയ്യുക, പോവുക. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഒന്നും കൂടെ ഒന്ന് പറയാം. ഇവിടെ ഒന്ന് കേട്ട ഒരു കാര്യം ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. ഇച്ചിരി സ്പീഡ് കുറച്ച് പോവുക. കാരണം ഒരിക്കലും എത്താത്തതിനേക്കാൾ നല്ലത് ഒരു അല്പം ലേറ്റായിട്ട് എത്തുന്നതായിരിക്കും. കാരണം നമ്മളെ പ്രതീക്ഷയൊക്കെ നമ്മളെ വീട്ടുകാരൊക്കെ ഉണ്ട്, പലരും ഉണ്ട്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവൻ വളരെ വളരെ വിലപ്പെട്ടതാണ്. ഇപ്പോഴത്തെ കാലത്ത് ഒരു വാഹനം ഇടിച്ചിട്ടാൽ പോലും ആരും ശ്രദ്ധിക്കാറില്ല, മൈൻഡ് ചെയ്യാറില്ല. അപ്പോഴങ്ങനെയൊന്നും ആർക്കും ഇടവരരുത്. പ്രത്യേകിച്ച് ഈ മഴക്കാലത്ത് എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ടൊക്കെ വണ്ടിയൊന്ന് ഓടിക്കുക.